സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവവചനവുമായി നിങ്ങളോടൊത്തായിരിക്കാൻ ദൈവം നൽകിയ ഈ മനോഹരമായ സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫ്ലോറിഡയിൽ ലേക്ക്ലാൻഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തിരുവചനം മിനിസ്ട്രീസ് മുഖേനയുള്ള ഈ പ്രോഗ്രാം മുടങ്ങാതെ ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ നിങ്ങളുടെ അരികിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കുന്നതിൽ ഞങ്ങളെ സഹായിക്കുന്ന മലയാളം TV അതിൻ്റെ ചുമതലക്കാർ, അവരെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ തുടർമാനമായി ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നു, പഠിക്കുവാൻ ശ്രമിക്കുകയും ആഗ്രഹത്തോടുകൂടി ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുന്നെങ്കിൽ ആത്മീയ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഒക്കെ ഷെയർ ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് എന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു. നിങ്ങൾ ആ അവസരം ഉപയോഗിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തോടുള്ള ബന്ധത്തിലാണ് ഈ ക്ലാസ്സുകൾ ഞാൻ തുടരുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്താണ് ഞാൻ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഗിവിങ് എന്നുള്ളതായ ബന്ധത്തിൽ, അല്ലെങ്കിൽ ചാരിറ്റബിൾ ആയിട്ടുള്ള ജീവകാരുണ്യപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൽ എത്രമാത്രം രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്നുള്ളത് കർത്താവ് പറയുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു നിർത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ചില കാര്യങ്ങളൂടെ പറഞ്ഞിട്ടു അടുത്ത വിഷയം പ്രേയിങ് അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തിലേക്ക് മാറുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്ന 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് ഗിവിങ്, രണ്ടാമത്തെ പ്രേയിങ്, മൂന്നാമത്തെ ഫാസ്റ്റിങ് എന്നുള്ളതായ 3 വിഷയങ്ങളാണ്. അതിൽ ഗിവിങ് എന്നുള്ളതായ വിഷയത്തിൻ്റെ അനുബന്ധമായിട്ടാണ് ഈ ക്ലാസ്സിൻ്റെ ആരംഭ സമയത്ത് ചില കാര്യങ്ങളിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ഈ കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ചില പ്രിൻസിപ്പിൾസ് ദൈവവചനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. അതാണ് ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ദൈവികമായ ദൈവവചനപ്രകാരമുള്ള കൊടുക്കലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ പ്രേരണ കിട്ടിയിട്ട് കൊടുക്കേണ്ടതായ കാര്യമാണ്. അങ്ങനെയുള്ളതായ കൊടുക്കലിനാണ് ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ചിട്ട് കൊടുക്കുന്നതായ കാര്യങ്ങളാണ്. അങ്ങനെ ഹൃദയത്തിൽ പ്രേരണ കിട്ടിയിട്ട് നമ്മൾ ഒരാൾക്ക് വേണ്ടി കൊടുക്കുന്ന ആ കൊടുക്കൽ, അങ്ങനെ കൊടുക്കുന്ന കാര്യം, ദാറ്റ് ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ ഗോഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രേരണ കിട്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നു, അത് ദൈവത്തിൽ നമ്മൾ നിക്ഷേപിക്കുകയാണ്. കാരണം അതിന് പിന്നീടൊരു പ്രതിഫലമുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പറയുന്നു. നമ്മളിങ്ങനെ രഹസ്യമായി കൊടുക്കുന്ന ആ കാര്യങ്ങൾ രഹസ്യമായി കാണുന്ന ഒരു ദൈവം പ്രതിഫലം തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട്, ദൈവികമായ വിഷയത്തിൽ അതൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് വിടുകയാണ്. അതൊരിക്കൽ പ്രതിഫലം ലഭിക്കുന്ന നിലയിൽ നമുക്ക് ദൈവസന്നിധിയിൽ അത് മടക്കി ലഭിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ശരിയായ കൊടുക്കൽ എന്ന് പറയുന്നത് ചെലവുള്ളതായ കാര്യമാണ്. അല്ലാതെ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ കഠിനമായ തണുപ്പിൽ വിഷമിക്കുമ്പോൾ നീ പോയി തീ കായ എന്ന് പറയുന്ന നിലയിൽ, ദരിദ്രനോട് ഉപദേശം കൊടുക്കുന്ന നിലയിൽ കൊണ്ട് നമുക്ക് ഉപദേശം കൊടുത്ത് വിടുവാൻ കഴിയും. അല്ലെങ്കിൽ കൊണ്ട് ഒരുത്തിനോട് സഹതാപം കാണിക്കുവാനായിട്ട് കഴിയും. നമ്മളുടെ യാത്രയിൽ, ഉദാഹരണം പറഞ്ഞ് നമ്മുടെ യാത്രയിൽ നമ്മളൊരാളെ കണ്ടുമുട്ടുന്നു. ആ ആളിനോട് സംസാരിച്ചപ്പോൾ അവരുടെ ദുഃഖങ്ങൾ, അവരുടെ പ്രാരാബ്ധങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നു. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. അവരുടെ കുഞ്ഞിനെ നമ്മളോട് പറഞ്ഞ കാര്യം, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണ്. അവരുടെ കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കാനായിട്ട് പുതിയ യൂണിഫോം വാങ്ങുവാൻ അവർക്ക് പണമില്ല എന്നാണ് നമ്മളോട് പറയുന്നതെന്ന് വെച്ചു. അതിന് ഇത്രയ്ക്കുള്ള കാര്യമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ആ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്, അല്ലെങ്കിൽ സുലഭമായി നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിട്ടും യാതൊന്നും ചെയ്യാതെ അവരോട് നമ്മൾ പറയുകയാണ്, പിന്നെ സ്കൂളിൽ നിന്ന് അതിനുള്ളതായ കാര്യങ്ങളൊക്കെ കാണുമല്ലോ, അല്ലെ പഞ്ചായത്തിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പാവപ്പെട്ട പിള്ളേരെ സഹായിക്കുന്ന സ്കീമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കുറേ ഉപദേശം കൊടുക്കുന്നത് യാതൊരു കാര്യവുമില്ല. എന്നാൽ കൊടുക്കുക എന്ന് പറയുന്നത് ചിലവുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം പറഞ്ഞു, ചെലവില്ലാതെ ഞാൻ യാഗം കഴിക്കുകയില്ലെന്ന് ദാവീദ് പറഞ്ഞു. കാര്യം ദൈവികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കുന്നുള്ള ബന്ധത്തിൽ ദാവീദ് പറഞ്ഞു ചെലവ് ചെയ്തുള്ള യാഗമേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യാഗത്തിൽ ചെലവുണ്ട്, അതിന് നഷ്ടമുണ്ട്. കാര്യം ആ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മാറുകയില്ല എന്ന് പറഞ്ഞതുപോലെ, കൊടുക്കുക എന്ന് പറയുന്ന ഗിവിങ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമുക്ക് നഷ്ടമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരുന്ന ഒരു കാര്യം മറ്റൊരാളുടെ കയ്യിലായി തീരുകയാണ്. അത് നമ്മൾ ഓർക്കണം. അപ്പോൾ ആ നിലയിൽ അല്പം ചെലവുള്ളതായ ഒരു കാര്യമാണ് ഗിവിങ് എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. മൂന്നാമതായിട്ട്
ഈ നമ്മളുടെ ഈ നാം ഒരു സാമ്പത്തികമായ വലിയ ഭദ്രതയൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ അല്പം ദാരിദ്ര്യ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു വെച്ചു. ആ ഒരു സാഹചര്യത്തിലായിരുന്ന സമയത്തും നമ്മൾ ഉള്ളതിൽ നിന്നും ആർക്കും ഷെയർ ചെയ്യാത്ത ഒരു നേച്ചറാണ് നമുക്കുള്ളതെങ്കിൽ, നമുക്കധികമൊന്നും ഇല്ലാഞ്ഞ കാലത്ത് നമ്മൾ ഒരു മനുഷ്യനും ഒന്നും കൊടുക്കുകയില്ല എന്നുള്ള നിലയിലായിരുന്നു നമ്മുടെ ശൈലിയെങ്കിൽ, നമ്മുടെ ജീവിത ശൈലിയെങ്കിൽ, നമ്മുടെ ആ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു മാറ്റമുണ്ടായി. നമ്മൾ സാമ്പത്തികമായി വളരെ അങ്ങ് ഉയർന്നു എന്ന് വെച്ചു. അങ്ങനെ സാമ്പത്തികമായി വളരെ ഉയർന്നു കഴിഞ്ഞാലും ഇവൻ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വ്യത്യാസം വരികയില്ല. കാര്യം കൊടുത്തു പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇല്ലായ്മയുടെ കാലത്ത് ആ ഉണ്ടായിരുന്നതിൽ നിന്നും കൊടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല, കൊടുക്കുവാൻ ശീലിച്ചിട്ടില്ല. അങ്ങനെ വന്നതുകൊണ്ട് സമ്പത്ത് വളരെ വന്ന് കുമിഞ്ഞുകൂടി കഴിഞ്ഞിട്ടും കൊടുക്കാനുള്ളതായ മനോഭാവം ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൊടുക്കണമെന്നുള്ള ആ ശീലം വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു കാര്യമായിട്ടാണ് നാം ദൈവവചനത്തിലും അല്ലാതെ സാമൂഹ്യ ജീവിതത്തിലും നാം കാണുന്നത്. അടുത്തതായിട്ട് ഭൗതികമായ ഈ കൊടുക്കുക എന്ന് പറയുന്നത് അത് ആത്മീയതയോട് ബന്ധപ്പെടുത്തി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതായത് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഭൗതികമായ കാര്യങ്ങളിൽ നമുക്ക് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ, അതായത് അനീതിയുള്ള മാമോൻ എന്നാണ് ഭൗതിക വിഷയത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്. അനീതിയുള്ള മാമോനിൽ നിങ്ങൾ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായത് നിങ്ങളെ എങ്ങനെ ഏൽപ്പിക്കുമെന്ന് കർത്താവ് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ പണപരമായ കാര്യങ്ങളിൽ, ഭൗമികമായ കാര്യങ്ങളിൽ ഒരുവൻ വിശ്വസ്തനല്ലെങ്കിൽ അവനെ ആത്മീയ കാര്യങ്ങൾ എങ്ങനെ ഏൽപ്പിക്കും എന്നാണ് കർത്താവ് ചോദിച്ചത്. അപ്പോൾ ലോകപ്രകാരമുള്ള സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തനല്ലാത്ത ഒരാൾ ആത്മീയ വിഷയങ്ങളിലും അവിശ്വസ്തനായിരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ലോകപ്രകാരം വിശ്വസ്തത പുലർത്താൻ കഴിയാത്തവന് ആത്മീയ വിഷയങ്ങളിലും വിശ്വസ്തത പുലർത്തുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. അടുത്തതായിട്ട് ഈ കൊടുക്കുക എന്ന് പറയുന്നത് വ്യക്തിപരമായി ഒരാൾ എടുക്കേണ്ട തീരുമാനമാണ്. അത് സഭയോടുള്ള ബന്ധത്തിലായാലും, പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിലായാലും, സമൂഹത്തോടുള്ള ബന്ധത്തിലായാലും എല്ലാം ഒരു വ്യക്തി അവൻ എടുക്കേണ്ടതായ തീരുമാനമാണ് കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ കൊടുക്കുന്ന കാര്യത്തിന് മാത്രമേ ഉള്ളൂ. അതാണ് ലേഖനത്തിൽ പറയുന്നത്, സന്തോഷത്തോടെ കൊടുക്കണം, നിർബന്ധത്താൽ അരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ നിർബന്ധിച്ചു പല പ്രാവശ്യം നിർബന്ധിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന കാര്യത്തെ ആ കാര്യത്തെ കർത്താവ് പ്രശംസിക്കുന്നില്ല. ഒരു കാര്യം കണ്ടു, ഒരാവശ്യം കണ്ടു, ആ സാഹചര്യത്തിൽ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ട്, കൊടുക്കണം എന്നുള്ളതായ പ്രേരണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു, കൊടുക്കുന്നു. അതാണ് വാസ്തവമായ കൊടുക്കൽ എന്ന് പറയുന്നത്. അതിനു പകരം ഈ ചുമതലപ്പെട്ട ആളുകൾ വീണ്ടും നിന്നുകൊണ്ട് പറയുന്നു, ഇനി ഇത്രയുടെ കുറവുകൂടുണ്ട് എന്ന് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞേച്ച് അങ്ങനെ ഇരുന്നപ്പം പറഞ്ഞു, ഇപ്പോൾ 10,000 കൊടുക്കാമെന്ന് പറയുന്നത് എഴുന്നേറ്റ് നിൽക്കാമെന്ന് പറയുമ്പോൾ നമുക്കൊരു എഴുന്നേറ്റ് നിൽക്കാൻ പ്രേരണ കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ കൊടുത്തതൊന്നും അറിയുമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പൊങ്ങുന്നു. അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. കാരണം നിർബന്ധത്താൽ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രേരണ കിട്ടിയിട്ട് ആ നിർബന്ധത്തിൽ കൊടുത്തിട്ട് അത് മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിനോടുള്ള ബന്ധത്തിൽ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവസാനമായിട്ട് ഈ കൊടുക്കുക എന്ന് പറയുന്ന ക്രിസ്തീയ ജീവിതത്തിലെ ഗിവിങ് എന്ന് പറയുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യേണ്ടതായ കാര്യമാണ്. നിങ്ങൾ എല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ നമ്മുടെ സഹജീവിയെ കണ്ടിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ഒരാളിൻ്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവൻ്റെ ശാരീരികമായ രോഗ അവസ്ഥയോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ അത് അവനോടുള്ള അനുകമ്പ കൊണ്ടും അവനോടുള്ള സ്നേഹം കൊണ്ടും വേണം നാം ചെയ്യുവാൻ. ആ നിലയിൽ ചെയ്യുന്നതാണ് ദൈവം പ്രസാദിക്കുന്നതായ ഗിവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളിന് നാം നന്മ ചെയ്യുന്നത് ആ ആളിൻ്റെ ഇല്ലായ്മയിൽ ആ ആളിനോട് നമുക്ക് സ്നേഹം തോന്നുന്നു, സഹായ അനുഭൂതി തോന്നുന്നു, അവനെ ആ നിലയിൽ ഹെൽപ്പ് ചെയ്യണമെന്നുള്ള പ്രേരണയോടുകൂടി നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ഓർക്കണം, ഈ കൊടുക്കുന്നതായ കാര്യങ്ങളിൽ ഒരാളിനെ നാം സാമ്പത്തികമായ കാര്യങ്ങളിൽ കൂട്ടായ്മ കാണിച്ചു അല്ലെങ്കിൽ അവൻ്റെ ആവശ്യത്തിന് നമ്മൾ സഹായിച്ചു കഴിഞ്ഞേച്ച് നാം അതിൻ്റെ പേരിൽ മുതലെടുക്കാൻ ശ്രമിക്കരുത്. അത് ദൈവവചനം വിലക്കുന്ന കാര്യമാണ്. അതായത് ഒരാൾക്ക് നമ്മളൊരു സഹായം ചെയ്തു, ആ ആളിൽ നിന്നും തിരിച്ച് നാം മറ്റു പലതും പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആ ആൾ ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരണം എന്നൊക്കെയുള്ള നിലയിൽ നാം ആ കാര്യങ്ങൾ കണക്ക് കൂട്ടി കൊടുക്കുന്ന കൊടുക്കലിനെ ദൈവവചനം അനുവദിക്കുന്ന കാര്യമല്ല. അതിനും ദൈവസന്നിധി പ്രമാണമില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഗിവിങ്ങിനെ സംബന്ധിച്ചോളം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് അനുബന്ധമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളോട് അതിനോട് ചേർത്ത് ഷെയർ ചെയ്യുന്നത്. ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, ദൈവിക കാര്യങ്ങളിൽ ദൈവമക്കൾ
പ്രത്യേകിച്ച് ദൈവമക്കൾ എന്നുള്ളവർ അവർ കൊടുക്കുവാൻ, നിസ്വാർത്ഥമായി കൊടുക്കുവാനായിട്ട് അവർക്ക് കഴിയണം എന്നുള്ളതാണ്. അതിന് പേരും പെരുമയും ഒന്നും വിഷയമാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഞാൻ അതിനോട് ചേർത്ത് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ജർമ്മനിയിൽ എന്നുള്ളൊരു ഉദാഹരണമാണ്, സംഭവമാണ്. ജർമ്മനിയിലെ വളരെ ഔദാര്യശീലനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഓബർലീൻ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ജീവിച്ചിരുന്നത് സ്റ്റാറ്റ്സ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്, ആ പട്ടണത്തിലാണ്. ഈ ഓബർലീൻ ആളുകൾക്ക് വളരെ ഉപകാരം ചെയ്ത് നടന്നൊരു മനുഷ്യനാണ്. അതിൻ്റെതായ സാമ്പത്തികമായ ഭദ്രതയൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഭയങ്കരമായ ഹിമപാതമുണ്ടായി. അങ്ങനെ സ്നോ വീണ് ഇദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ, പോയിക്കൊണ്ടിരുന്ന വഴിയിൽ ഇദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ദിശ മാറിപ്പോയി. അങ്ങനെ അദ്ദേഹം തൻ്റെ വാഹനം വേറൊരു വഴിയെ പോയി. വലിയ ഹിമപാതമുണ്ടായതോടുകൂടി ഈ വാഹനത്തിൻ്റെ മുകളിൽ ഈ ഹിമം വന്ന് പതിച്ച് തൻ്റെ വണ്ടി മൂടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. താൻ അതിനകത്ത് അവസാനിക്കുമെന്നുള്ളത് ആ നിലയിലെത്തുകയാണ്. ഈ സമയത്ത് യാദൃച്ഛിക ഒരു ട്രക്ക് ഡ്രൈവർ അതിലൂടെ വന്നു. ആ ട്രക്ക് ഡ്രൈവർ ഈ കാർ അപകടത്തിൽപ്പെടുന്നത് കണ്ടു. ആരാണ് അതിനകത്തുള്ളതെന്നൊന്നും അദ്ദേഹം മനസ്സിലാക്കിയില്ല. എന്നാൽ അദ്ദേഹം ട്രക്ക് നിർത്തിയിട്ട് വളരെ വേഗം ഈ ഓബർലീനെ ഈ കാറിനകത്തു നിന്നും രക്ഷപ്പെടുത്തി കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഓബർലീൻ, ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം വളരെ ഔദാര്യമതിയാണ്, വളരെ ആളുകളെ സഹായിക്കാനുള്ള വലിയ മനസ്സുള്ളൊരു മനുഷ്യനാണ്. ഇദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ഒരു ഗിഫ്റ്റ് നിങ്ങൾ സ്വീകരിക്കണം, എൻ്റെ ജീവൻ അപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ തരുന്ന ഒരു ഗിഫ്റ്റ് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഗിഫ്റ്റ് സ്വീകരിക്കുകയില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ അപകടാവസ്ഥ കണ്ടു, ഞാൻ നിങ്ങളെ സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, എനിക്കതിൻ്റെ പേരിൽ ഗിഫ്റ്റ് ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഓബർലീൻ, അദ്ദേഹം ജർമ്മനിയിലെ പ്രസിദ്ധനായ മനുഷ്യനാണ്, അദ്ദേഹം അതിനുശേഷം വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗിഫ്റ്റ് അങ്ങ് സ്വീകരിക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ പേരെങ്കിലും ഒന്ന് പറയാമോ, എനിക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാണോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേരെന്തിനാണ് ചോദിക്കുന്നത്, എൻ്റെ പേര് ഞാൻ പറയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഓബർലീൻ ഈ ട്രക്ക് ഡ്രൈവറെ നിർബന്ധിച്ചു, ആ പേരെന്ന് പറയാമോ, ജസ്റ്റ് ആ പേരെന്ന് ഓർത്തിരിക്കാനാണ്, ഇന്നയാളാണ് എൻ്റെ അപകടത്തിൽ എന്നെ സഹായിച്ചതെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണോ എന്ന് പറഞ്ഞു. എന്നാൽ ഈ മനുഷ്യൻ പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി. ഈ ഓബർലീനോട് ഈ ട്രക്ക് ഡ്രൈവർ പറഞ്ഞു, നല്ല ശമരിയക്കാരൻ്റെ പേരൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. തിരിച്ച് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കർത്താവായ യേശുക്രിസ്തു വഴിമധ്യത്തിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് കിടന്നായ മനുഷ്യനെ അവിടെ സഹായത്തിന് വേണ്ടിയിട്ട് നല്ല ശമരിയക്കാരൻ്റെ മനോഹരമായ ഒരു ഉദാഹരണം ബൈബിളിലുണ്ടല്ലോ, നല്ല ശമരിയക്കാരൻ. അതറിയപ്പെടുന്നതിന് എങ്ങനെയാണ്? ആ മനുഷ്യൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ട്രക്ക് ഡ്രൈവർ ചോദിച്ചു, ആ നല്ല ശമരിയക്കാരൻ്റെ പേരൊന്ന് പറയാമോ, എങ്കിൽ ഞാൻ എൻ്റെ പേര് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓബർലീൻ പറഞ്ഞു, അതിന് നല്ല ശമരിയക്കാരൻ്റെ പേര് ബൈബിളിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയെങ്കിൽ എൻ്റെ പേരും അറിയണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം യാത്ര തുടർന്നു. ഞാൻ ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ. ആ മനുഷ്യൻ, ആ ട്രക്ക് ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ അപകട അവസ്ഥയിൽ അവിടെ ഇറങ്ങി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, പേര് പോലും പറയാതെ, ആരാണെന്ന് പോലും വെളിപ്പെടുത്താതെ സഹായിച്ചു. അദ്ദേഹം അന്നേരം തന്നെ യാത്ര ആരംഭിച്ചു. ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യൻ ഓബർലീൻ എന്ന് പറയുന്ന ആ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളിനെ രക്ഷപ്പെടുത്തി. ഇതൊക്കെ ശരി, പക്ഷെങ്കിൽ ആരാണ് ചെയ്തതെന്നും ഓബർലീന് അന്നും മനസ്സിലായില്ല, പിന്നീട് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ആ ആളിൻ്റെ പേര് അറിയാത്ത നിലയിൽ ഈ സംഭവം തൻ്റെ ജീവിതാനുഭവമായി രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അദ്ദേഹം ആ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആകെ ഉണ്ടായിരുന്ന ആഗ്രഹം, ഈ കാര്യം ആരും അറിയേണ്ട കാര്യമില്ല, എൻ്റെ പേര് പോലും ആരും അറിയേണ്ട കാര്യമില്ല എന്നുള്ള മനോഭാവമാണ്. ഇതാണ് വാസ്തവത്തിൽ ദൈവപൈതലിൻ്റെ കൊടുക്കലുകളിൽ അല്ലെങ്കിൽ സഹായങ്ങൾ ചെയ്യുമ്പോഴുള്ള മനോഭാവം ഇതായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആരും ആ ചെയ്ത കാര്യം പെരുമ്പറ കൊട്ടി അല്ലെങ്കിൽ കാഹളമൂതി കൊട്ടിഘോഷിക്കുന്നതായ ഒരവസ്ഥയിലല്ല അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആ നിലയിലാണ് ഈ കാര്യങ്ങൾ നാം അറിയേണ്ടത് എന്ന് ഓർക്കണം. ചിലപ്പോൾ നമ്മൾ ചില സംഘടനകളിലൊക്കെ ഈ ഡൊണേഷൻസിൻ്റെ ലിസ്റ്റ് കണ്ടിട്ട് അതിൻ്റെ അവസാനം നമ്മൾ ഇപ്രകാരം കാണും, 100 രൂപയിൽ താഴെയുള്ളതായ സംഭാവനകൾ തന്നവരുടെ പേരുകൾ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറേ പേരെ അവിടെ ഒഴിവാക്കി 100 താഴെ തന്നിരിക്കുന്നവരെ. അപ്പോൾ ആ 100 രൂപ വരെ ഉള്ളവരുടെ എല്ലാം പേര് അവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചു. ഇനിയും നമ്മൾ ചില സമ്മേളനങ്ങളിലേക്ക് നോക്കിയാൽ കാണാം, പ്ലാറ്റിനം സ്പോൺസേഴ്സ് ഉണ്ട്, ഗോൾഡൻ സ്പോൺസേഴ്സ് ഉണ്ട്, സിൽവർ സ്പോൺസേഴ്സ് ഉണ്ട്, ഇതിന് പറ്റിയ ബാഡ്ജുണ്ട്. ഇതെല്ലാം കുത്തി നമ്മൾ കോൺഫറൻസുകളിൽ നമ്മൾ കാണുന്ന കാര്യമാണ്.
പ്ലാറ്റിനം സ്പോൺസർ അതിലവിടെ നടക്കുന്നു. അപ്പോൾ അവിടെ പരസ്യം ചെയ്തുകൊണ്ട് ഇദ്ദേഹം ഇത്രയാണ് കൊടുത്തത്, അപ്പോൾ ഇന്ന സ്പോൺസർ ചെയ്യുന്ന ആളുകളുടെ തുക ഇത്രയാണ്. ഈ ബാഡ്ജുമൊക്കെ കുത്തിയ കോൺഫറൻസിൽ കൂടെ നടന്നു എന്നല്ലാതെ ഈ കോൺഫറൻസിന് വേണ്ടി ഈ 15,000 കൊടുത്തുകൊണ്ടോ 10,000 കൊടുത്തുകൊണ്ടോ 5,000 കൊടുത്തുകൊണ്ടോ 1000 കൊടുത്തതുകൊണ്ടോ ഒരു പ്രയോജനവും ദൈവസന്നിധിയിൽ ഇല്ല എന്ന് ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ പഠനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പറയാൻ എനിക്ക് ഭയമില്ല. കാര്യം കർത്താവ് പറഞ്ഞ കാര്യമാണ്. മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് വേണ്ടി, മനുഷ്യരുടെ മുമ്പിൽ അവരുടെ പ്രശംസ കിട്ടേണ്ടതിന് വേണ്ടി, മനുഷ്യരുടെ മുമ്പിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ത് കൊടുത്തിട്ടുണ്ടോ അതിനൊന്നും ഈ ഭൂമിയിൽ കിട്ടുന്ന പ്രതിഫലമല്ലാതെ ദൈവസന്നിധിയിൽ രഹസ്യത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രതിഫലവും ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളത് നാം ഓർക്കണം. അതുകൊണ്ട് ഞാൻ വീണ്ടും കഴിഞ്ഞ ക്ലാസ്സിലോ അവസാനത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ, ദൈവമക്കളെ, എൻ്റെ സ്നേഹിതരെ, ശ്രോതാക്കളെ, സഹജീവികളെ സ്നേഹിക്കുകയും അവരെ കരുതുകയും ചെയ്യുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പേരും പെരുമയും ഒന്നും അവിടെ വന്നില്ലെങ്കിലും സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ഒരാളിന് സഹായത്തിൻ്റെ സമയത്ത് ആ നീഡി ടൈമിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ദൈവസന്നിധിയിൽ അതിന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നാം ഓർക്കണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ച് വീണ്ടും പറയട്ടെ, ആ മനുഷ്യൻ പിന്നീട് നമുക്ക് നന്മ ചെയ്തെന്ന് വരികയില്ല. ചിലപ്പോൾ ദ്രോഹമായിരിക്കും ആ മനുഷ്യൻ, നമ്മൾ സഹായം ചെയ്ത ആളിൽ നിന്നും പിന്നീട് ദ്രോഹം നമുക്കുണ്ടായി എന്നും വരാം. അതും സംഭവിക്കാവുന്ന കാര്യമാണ്. എന്നാൽ അതൊക്കെ ദൈവത്തിൻ്റെ വിഷയമാണ്, ദൈവം ഇടപെട്ടുകൊള്ളും. നാം അതിൻ്റെ മുമ്പിൽ പതറേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ നാം ചെയ്ത കാര്യത്തിനും ദൈവസന്നിധി പ്രതിഫലമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കണം. ഇനിയും അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഈ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ളതായ വാക്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലെ കാര്യമാണ് അവിടെ കാണുന്നത്. 6-ന്റെ 5 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ, വാസ്തവത്തിൽ 16 വരെയുള്ളതായ വാക്യങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അവിടെ ആ പ്രാർത്ഥനയിലേക്ക് ഇതിന് ശേഷം കർത്തൃപ്രാർത്ഥന എന്നുള്ള നിലയിൽ, ലോർഡ്സ് പ്രെയർ എന്ന് പറയുന്ന നിലയിലുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും 9-ാം വാക്യം മുതൽ. അത് മറ്റൊരു ക്ലാസ്സിലേക്ക് ഞാൻ മാറ്റിവെക്കുകയാണ്. ഇവിടെ നാം നോക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അപ്പോൾ വീണ്ടും കപടഭക്തിക്കാരെ കർത്താവ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവർ ഭിക്ഷ കൊടുക്കുന്നിടത്ത് ഇവർ കപടഭക്തന്മാർ ഭിക്ഷ കൊടുക്കുന്നു, നിങ്ങൾ അങ്ങനെ അരുത് എന്ന് കർത്താവ് പറഞ്ഞു. കപടഭക്തന്മാർ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കരുതെന്നാണ് കർത്താവ് ഇനി പറയുന്നത്. 6-ാം അധ്യായം 5 മുതലുള്ള ആ വാക്യങ്ങൾ: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പ് നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അപ്പോൾ ഇവിടെ രഹസ്യമായി ഭിക്ഷ കൊടുക്കുന്നത് പോലെ തന്നെ കർത്താവ് പറയുന്നത് രഹസ്യമായി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പരസ്യമായി പ്രാർത്ഥിക്കരുതെന്നല്ല ഇവിടുത്തെ ആശയം. പരസ്യമായി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് രഹസ്യമായി പ്രാർത്ഥിക്കുന്നവനായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ രഹസ്യമായി പ്രാർത്ഥിക്കുന്നവനായിരിക്കണം പരസ്യമായി പ്രാർത്ഥിക്കുന്നത്. അതായത് പബ്ലിക്കിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരാളിന് രഹസ്യമത്തിലും പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ എടുക്കേണ്ട വിഷയമാണെന്ന് എനിക്കറിയാം. ഒരുപാട് ക്ലാസ്സുകൾ, ആ ഒരു സബ്ജക്റ്റ് തന്നെ അനേക ആഴ്ചകൾ ക്ലാസ് എടുക്കാനുള്ളതുണ്ട്. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ലേഖനങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നിരവധി കാര്യങ്ങൾ സുവിശേഷങ്ങളിലും പഴയ നിയമത്തിലെ ചില ഭാഗങ്ങളിൽ നിന്നും പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ നിന്നുമൊക്കെ ആയിട്ട് വളരെയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ ഭാഗത്തിനെ ഫോക്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് നമ്മൾ ഓർക്കണം. കാരണം പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പഴയ നിയമത്തിലെ ഭക്തന്മാരായ ദാനിയേലിനെ പോലുള്ളവർ നമ്മളെ അത് പഠിപ്പിക്കുന്നു. ദാനിയേൽ രേഖ അതികഠിനമായിരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ താൻ ദിനം പ്രതി ചെയ്തു വന്നിരുന്നത് പോലെ തന്നെ ദിവസം 3 നേരം താൻ പ്രാർത്ഥിക്കുന്ന ആ നിലയിൽ യെരുശലേമിന് നേരെ കിളിവാതിലുകൾ തുറന്നിട്ട് ദാനിയേൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് 3 നേരം പതിവായി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന തുടരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും പ്രാർത്ഥന മനുഷ്യനായ ദാനിയേലിൻ്റെ ചരിത്രത്തിൽ. എന്നാൽ പുതിയ നിയമത്തിൽ ഈ ഭാഗം നാം നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു മാതൃകയാണ്.
പ്രാർത്ഥനയ്ക്കോടുള്ള ബന്ധത്തിൽ. കാരണം കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയങ്ങളിലെല്ലാം കർത്താവ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തൻ്റെ കാൽവറിയിലേക്കുള്ളതായ യാത്രയിൽ, അതായത് ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പും ഗെത്സമനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തൻ ശിഷ്യന്മാരുമായി പോയിട്ട് അവരെ ഒരിടത്ത് ഇരുത്തിയതിനു ശേഷം വീണ്ടും അല്പദൂരം കൂടെ മുമ്പോട്ട് പോയി തൻ്റെ ഏകാന്തതയിൽ തനിയെ ഇരുന്നു കൊണ്ട് താൻ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നത്, അതായത് ശിഷ്യന്മാരെ വിട്ട് താൻ ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളിലും ലേഖനങ്ങളിലും പ്രാർത്ഥനയുടെ ആവശ്യത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ കാലഘട്ടത്തിൽ ചിലർ പറയാറുണ്ട്, ചിലർ പഠിപ്പിക്കാറുണ്ട്, ചിലർ പ്രസംഗിക്കാറുണ്ട് നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. കാരണം നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഒരു ദൈവ പൈതലിൻ്റെ ആവശ്യം ദൈവം അറിയുന്നു. അപ്പോൾ ദൈവ പൈതലിൻ്റെ ആവശ്യം ദൈവം അറിയുന്നത് കൊണ്ട് ആവശ്യങ്ങൾ അറിയുന്ന ദൈവത്തോട് പിന്നെയും നമ്മൾ അപ്പീൽ വെക്കേണ്ട കാര്യമില്ല, ദൈവത്തെ ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ള നിലയിൽ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ദൈവവചനത്തിന് വിരുദ്ധമായ ആശയമാണത്. ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമല്ലത്. കാരണം നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചു. കർത്താവ് യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യമാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവനൊരു ഉദാഹരണവും അവരോട് പറഞ്ഞു എന്നുള്ളതായ നിലയിൽ. അപ്പോൾ ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ അവർ പ്രാർത്ഥിക്കുന്നു. സഭയായിട്ട് ഒരുമനപ്പെട്ട് അവർ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ വിട്ട് നാം ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പീൻ, തുടർമാനമായി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനും ഒക്കെയുള്ള നിലയിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇവർക്കെല്ലാം പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ, പത്രോസ് മുതലുള്ള അപ്പോസ്തലന്മാർക്ക് പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ, പൗലൂസിനെ പോലുള്ളതായ ശ്രേഷ്ഠമായ പദവിയിലിരുന്ന വളരെ വളരെ ഗഹനമായ ലേഖനങ്ങൾ നമുക്ക് നൽകിയ പൗലൂസിനെ പോലുള്ളവർക്ക് പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഇതെത്രമാത്രം ആവശ്യമാണ് എന്നുള്ളത് നാം ഓർക്കണം. അതുകൊണ്ട് ദൈവസന്നിധിയെ പ്രാർത്ഥിപ്പാനുള്ള ചുമതല നമുക്കുണ്ട്. പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ ഈ വിഷയം നാം പഠിക്കുമ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിൻ്റെ യഹൂദ സമൂഹത്തിൽ രണ്ട് വിധത്തിലുള്ളതായ പ്രാർത്ഥനാ കാര്യങ്ങളുണ്ടായിരുന്നു. രണ്ട് വിധത്തിലുള്ള പ്രാർത്ഥനാ കാര്യങ്ങൾ പ്രാർത്ഥന എന്നതിനെ പറയുന്നതിനേക്കാൾ അല്പം കൂടെ വിശ്വാസ പ്രഖ്യാപനം എന്നുള്ള നിലയിൽ ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതായത് വിശ്വാസ പ്രമാണങ്ങളുടെ ഒരു പ്രഖ്യാപനമാണ്. അതിനെ ഒരു വിഭാഗത്തിലെ പ്രാർത്ഥന അറിയപ്പെടുന്നത് ക്ഷേമ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. ക്ഷേമ എന്ന് പറയുന്ന നിലയിൽ ഉള്ള പ്രാർത്ഥന അവർക്കുണ്ടായിരുന്നു. അത് അത് രണ്ടു നേരമാണ്, രാവിലെയും വൈകിട്ടും ആണ് പ്രാർത്ഥന. എന്നാൽ ചില ആളുകൾ അത് ഉച്ചയ്ക്കും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, 3 സമയത്ത് ആയിട്ട്. രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നതും ഷിമോനെ എസ്രേഹ് എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ഷിമോനെ എസ്രേഹ് ഇത് വാസ്തവത്തിൽ 18 പ്രാർത്ഥനകൾ ഒരു സമുച്ചയമാണ്. അല്ലെങ്കിൽ ചിലർ പറയുന്നത് 19 ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് വിവിധ ഒക്കേഷനുകളിൽ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു ഗ്രൂപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഷിമോനെ എസ്രേഹ് എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥന എന്ന് പറയുന്നതും യഹൂദൻ പതിവായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. ഇനിയും ഇതിനേക്കാൾ നമുക്ക് രസകരമായി തോന്നുന്ന ഒരു കാര്യം, ഈ ക്ഷേമ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഷിമോനെ എസ്രേഹ് എന്ന് പറയുന്ന ഈ പ്രാർത്ഥനയും യഹൂദൻ്റെ 2 പ്രാർത്ഥനാ രീതികളാണ്. ഈ 2 പ്രാർത്ഥനയും പ്രാർത്ഥിക്കുവാൻ സമൂഹത്തിലെ ദരിദ്രർക്ക് അനുവാദമില്ല, അടിമകൾക്ക് അനുവാദമില്ല, വീട്ടിലെ സ്ത്രീകൾക്ക് അനുവാദമില്ല, വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് അനുവാദമില്ല. അപ്പോൾ ഓർത്തണം, ഈ പ്രാർത്ഥന സ്ത്രീകൾക്കുള്ളതല്ല, മക്കൾക്കുള്ളതല്ല, ദാസന്മാർക്കുള്ളതല്ല, പിന്നെ ആർക്കാ? വീട്ടിലെ കാരണവർ, വീട്ടിലെ അച്ചായന്മാർക്ക് മാത്രമുള്ള പ്രാർത്ഥനയാണ്. യഹൂദന്മാരുടെ ഇടയിലെ പ്രാർത്ഥനയുടെ എല്ലാം കുത്തക പുരുഷന്മാർക്കാണ്. പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു സമൂഹമാണല്ലോ. അപ്പോൾ ആ നിലയിൽ പരീശന്മാരുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ എല്ലാം കുറച്ചുകൂടെ സങ്കീർണമാക്കി ഇവർ മനുഷ്യരുടെ മുമ്പിൽ ഇവർ വലിയ പ്രാർത്ഥനക്കാരാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നാം 2ാമത്തെ വിഷയമാണ് ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കുന്നത്. 1ാമത്തെ ഗിവിങ് ആണ്. അപ്പോൾ ഒരു പരീക്ഷനെ സംബന്ധിച്ചിടത്തോളം അവൻ 3 കാര്യങ്ങളിൽ അവൻ ഊറ്റം കൊള്ളുമായിരുന്നു. 1ാമത്തേത് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കൊടുക്കുന്നു, 2ാമത്തെ കാര്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് പ്രാർത്ഥനയുടെ ഭാഗത്താണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. 3ാമത്തെ വിഷയമാണ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്ന വിഷയമാണ് അടുത്തത്. അപ്പോൾ ഇതെല്ലാം
ഒരു പരീശൻ വളരെ വളരെ ധാർഷ്ട്യത്തോടുകൂടി അല്ലെങ്കിൽ ധിക്കാരത്തോടുകൂടി ഒക്കെ സമൂഹത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്, ഞാൻ ഇന്നതെല്ലാം ചെയ്യുന്നു എന്നുള്ള നിലയിൽ. ഇവിടെ ഈ പരീശൻ്റെ ഈ പ്രാർത്ഥനയെക്കുറിച്ചിലേക്ക് കർത്താവ് വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഈ പ്രാർത്ഥനക്കാരെ കർത്താവ് വിളിക്കുന്നത് കപടഭക്തന്മാർ എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. പൊയ്മുഖമണിഞ്ഞ അല്ലെങ്കിൽ പൊയ്മുഖധാരികൾ, അവർ ഭക്തന്മാരാണെന്ന് നടിക്കുന്നു, ഭക്തിയുടെ വേഷം ധരിക്കുന്നു, ഭക്തന്മാരെ പോലെ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇവരുടെ ഹൃദയം ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ ദൂരെയുമാണ്. ആളുകൾ കണ്ടാൽ ഇയാൾ പ്രാർത്ഥിക്കുകയാണെന്ന് ഓർക്കും. ആ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ നിൽക്കുകയാണ്, പ്രാർത്ഥിക്കുന്നത് പോലെ അധരങ്ങൾ ചലിക്കുന്നുണ്ട്. അപ്പോൾ ദൂരെ നടന്നു പോകുന്ന ആളുകൾക്ക് ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഓർക്കും, ഓ ഇന്നയാൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആളുകൾ ആ സമൂഹത്തിൽ പറയും, ഭക്തനായ ഒരു മനുഷ്യനാണ്, വളരെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. എന്നാൽ ഇദ്ദേഹം ഈ വാഗൊണ്ടിങ്ങനെ അധരങ്ങൾ ചലിക്കുന്ന സമയത്തും ഹൃദയം ദൈവസന്നിധിയിലല്ല എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രത്യേകിച്ച് ഈ രാജ്യത്ത് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് അവർ TV ഓൺ ചെയ്ത് വെക്കുന്ന കാണാം. TV കാണുന്നുമുണ്ട്, അവർ ഹോംവർക്ക് ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ പാട്ട് കേട്ടോണ്ട് ഹോംവർക്ക് ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, പക്ഷേ അത് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കാര്യവും ഇവരിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലാണ് ഇവിടെ ഈ പരീശന്മാരുടെ പ്രാർത്ഥനയുടെ കാര്യം പറയുന്നത്. കണ്ടാൽ ഇവർ പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നത്തുള്ളൂ, പക്ഷേ അവരുടെ ഹൃദയം വേറെ കാര്യങ്ങളിലാണ്, വേറെ വിഷയങ്ങളിൽ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയിലാണ് കർത്താവ് അവരെ കപടഭക്തന്മാർ എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥലമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഒരു പൊസിഷനുണ്ട്. ഇവർ പ്രാർത്ഥിക്കുന്നത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമുണ്ടോ? യഹൂദന്മാർക്ക് പല പൊസിഷൻസിൽ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അവരുടെ ഒരു രീതിയാണ്, കവിണ്ണ് വീണ് പ്രാർത്ഥിക്കുന്ന വേറൊരു രീതിയുണ്ട്. നമ്മൾ കാണാം, ചുങ്കക്കാരനും പരീശനും വന്നപ്പോൾ പരീശൻ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ചുങ്കക്കാരൻ അവിടെ കവിണ്ണ് വീണ് പ്രാർത്ഥിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊന്നും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന രീതിയാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, പ്രാർത്ഥിക്കുമ്പോൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതോ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതോ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതോ പൊസിഷൻ ഒരു വിഷയമല്ലെന്ന് ഞാൻ പറയുന്നത്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത്, അതൊക്കെ അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരാൾ, ആ ആളിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നില്ലെങ്കിൽ മുട്ടുകുത്തി നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. നിൽക്കുന്ന ഒരാൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഇവൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ അവൻ്റെ പ്രാർത്ഥന കൊണ്ട് ഗുണമില്ല. അപ്പോൾ കവിണ്ണ് വീണ് കിടക്കുന്നവനും കവിണ്ണ് കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അവൻ പ്രാർത്ഥിക്കുകയാണെന്ന് മറ്റുള്ളവർ ചിന്തിക്കും, പക്ഷേ കവിണ്ണ് കിടന്ന് ഉറങ്ങുമായിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ പൊസിഷൻ അല്ല വിഷയം, ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ സംസർഗത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളെ ചലിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ ആവശ്യമാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വയ്ക്കുന്നത്. ദൈവം നമ്മുടെ ആവശ്യത്തിൽ പ്രവർത്തിക്കണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ കരങ്ങളെ ചലിപ്പിക്കുന്നതിനുള്ള ശക്തമായ ആയുധമാണ് നമുക്ക് പ്രാർത്ഥനയെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ദൈവകരങ്ങളെ ചലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന എന്നുള്ളത് വരുമ്പോൾ നാം ആ വിഷയത്തിൽ എന്തുമാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ ഇവിടെ ഈ വാക്യം നമുക്ക് നോക്കാം. അവർ പരീശന്മാരെ കപടഭക്തന്മാരെ കുറിച്ച് പറയുകയാണ്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. അപ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം മനുഷ്യരുടെ മുമ്പിൽ ഷൈൻ ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ ഈ വിഷയം അടുത്ത ക്ലാസ്സിൽ തുടരാം. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതായിരിക്കണം, ദൈവസന്നിധിയിൽ ഫോക്കസ് ചെയ്യണം. നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്ന വിഷയങ്ങൾ പ്രാർത്ഥനയിൽ കടന്നുകൂടാൻ പാടില്ല. ദൈവവുമായിട്ടുള്ള നമ്മുടെ സംസർഗം എന്ന് പറയുന്നത് വളരെ ശക്തമായിരിക്കണം എന്നുള്ള നിലയിലാണ്. അതിൽ യാതൊരു കുഴപ്പവും ഉണ്ടാകാതെ വണ്ണം, അതിനാണ് കർത്താവ് പറയുന്നത് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അറയിൽ കയറി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം. കർത്താവുമായുള്ള നമ്മുടെ സംസർഗം യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ നിലയിൽ ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുവാൻ, ആ നിലയിൽ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ, ആ നിലയിൽ ദൈവസന്നിധിയിൽ നമ്മുടെ വിഷയങ്ങൾ വെച്ച് ആ വിഷയങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് നേടിയെടുക്കുവാൻ,
ദൈവത്തിൻ്റെ കരങ്ങളെ ചലിപ്പിക്കുന്ന നിലയിൽ നമ്മുടെ പ്രാർത്ഥനകളായിത്തീരട്ടെ. ദൈവമായ കർത്താവും അതിനുവേണ്ടി നമ്മളെ സഹായിക്കുമാറാകട്ടെ.